നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ജൂൺ 19 നമ്മൾ ട്രേഡിങ്ങിൻ്റെ ചലഞ്ച് തുടങ്ങിയിട്ട് ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തിട്ടുള്ള ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് 23ാമത്തെ ട്രേഡിംഗ് ഡേ ആണ്. ഇന്നും നമുക്ക് ലോസിലാണ് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. മൂന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, 3 ലോസിലാണ് എക്സിറ്റ് ചെയ്തത്. മാർക്കറ്റ് വളരെയധികം സൈഡ് വേസ് ആയിട്ടായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. ഒരു ഗ്യാപ് ഡൗണിൽ ഓപ്പണായി. ഒന്നാമത് IT സെക്ടറിൻ്റെ ഒരു നെഗറ്റിവിറ്റി കാരണം മാർക്കറ്റ് രാവിലെ തന്നെ വളരെയധികം ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആയത്. ഈ ഓപ്പണിംഗ് സ്റ്റേജിൽ നിന്ന് പിന്നെ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിരുന്നു, പക്ഷേ യാതൊരു സ്ട്രെങ്ത് ഇല്ലാതെ മാർക്കറ്റ് വീണ്ടും സൈഡ് വൈസ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ ലാസ്റ്റ് അവറിലാണ് ഒന്ന് റിക്കവർ ചെയ്തിട്ട് നമ്മൾ 24,000 മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല പോസിറ്റീവാണ്. നമുക്ക് തിങ്കളാഴ്ച ഒരു അപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 24,000 മുകളിൽ ക്ലോസ് ചെയ്തുകൊണ്ട് ഇതൊരു പുൾ ബാക്ക് ആയിട്ട് മാത്രം കണക്കൂട്ടിയാൽ മതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 24,500 വരെയൊക്കെ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ്. അപ്പോൾ ബാക്കി നമുക്ക് തിങ്കളാഴ്ച നോക്കി നോക്കാം. തിങ്കളാഴ്ചത്തെ പ്രൈസ് ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ട്രേഡ് എടുക്കാം. ഇന്ന് മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം ട്രേഡ് പ്രോഫിറ്റിലായിരുന്നു കുറച്ച്. പക്ഷേ നമ്മുടെ ആ ഒരു റിസ്ക് റിവാർഡിനനുസരിച്ചുള്ള ഒരു പ്രോഫിറ്റ് എത്താത്ത കാരണം എക്സിറ്റ് ചെയ്തില്ല. ഈ ഒരു കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഒരിക്കലും ആ ഒരു റിസ്ക് റിവാർഡിനനുസരിച്ചുള്ള ഒരു പ്രോഫിറ്റ് ഒരു ട്രേഡും തരുന്നില്ല. കാരണം വിക്സ് ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മോഹൻലാൽ പറയുന്ന പോലെ ഇത് അവരുടെ സമയമല്ലേ, ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ സമയമല്ലേ, അവർ കളിക്കട്ടെ. അപ്പോൾ സെല്ലേഴ്സ് കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ടൈമാണിത് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുമ്പോൾ തന്നെ അവർ നല്ല രീതിയിൽ അവിടെ ഓപ്ഷൻസ് അവർ സെല് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ പ്രൈസിൽ വളരെ ചെറിയ മൂവ്മെൻറ്റ്സ് മാത്രമേ കിട്ടുന്നുള്ളൂ നമുക്ക്. അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു മൂവ്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് 30 to 40 പോയിന്റ് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയത്. ഇന്ന് ഞാൻ ആദ്യം എടുത്തത് ഔട്ട് ഓഫ് ദ മണി ആയിരുന്നു 24,000. അത് മൂവ്മെൻറ്റ് കിട്ടാത്തത് കാരണം ഇൻ ദ മണിയിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ ദ മണിയിൽ നമ്മൾ 23,900 സി എടുത്തിട്ട് അതും മാർക്കറ്റ് മൂവ് ചെയ്യാനനുസരിച്ചിട്ട് വളരെ വളരെ ചെറിയൊരു മൂവ്മെന്റ്സ് മാത്രമാണ് ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നത്. കാരണം മാർക്കറ്റ് ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വയലന്റ് ആയിട്ട് മൂവ് ചെയ്യുന്നില്ല. ആളുകൾ ഓപ്ഷൻ സെല്ലേഴ്സ് കോൺഫിഡൻ്റ് ആണ്. അവർ ഏത് ലെവലിൽ വെച്ചിട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാൻ കോൺഫിഡൻസ് ആണ്. കാരണം അവരുടെ റിസ്ക് അവർക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു മൂവ് ഒന്നും മാർക്കറ്റ് ഇപ്പോൾ തരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സെല്ലേഴ്സ് നന്നായിട്ട് കോൺഫിഡൻ്റ് ആണ്. നമ്മളുടെ ഇതുവരെയുള്ള സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫണ്ട് ഏകദേശം ഇപ്പോൾ 41,500 ഉണ്ട്. 41,500 ഇന്നത്തെ പൊസിഷൻസിൻ്റെ ഒരു മിനിറ്റ് ഓർഡേഴ്സ് കോൺട്രാക്ട് നോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 429 റുപ്യ ഇതും വന്നിട്ടുണ്ട്. നമുക്ക് ചാർജസും വന്നിട്ടുണ്ട്. അതൊക്കെ കൂടിയിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 41,100 ആ റേഞ്ചിൽ നമുക്ക് പ്രോഫിറ്റ് അല്ല, നമ്മളെ ക്യാപിറ്റൽ ബാക്കി ഉണ്ടാവും. നമ്മൾ 20,000 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ചാർട്ട് ജസ്റ്റ് കാണിച്ചു തരാം. അതാ 25,000 വെച്ച് സ്റ്റാർട്ട് ചെയ്ത് 45,000 നമ്മളെ ഈ മാസത്തെ ടാർഗറ്റാണത്. 45,000 ആ ടാർഗറ്റ് നമ്മൾ ക്ലോസ് ചെയ്തത് 53,900 54,000 വരെ നമ്മൾ എത്തിയതായിരുന്നു. പിന്നീടുണ്ടായ 2-3 ദിവസത്തെ ലോസ് കാരണം നമുക്ക് നല്ലൊരു നഷ്ടം പറ്റി. ഇപ്പോഴും നമ്മൾ ടാർഗറ്റിൻ്റെ താഴെയാണുള്ളത്. ഇനിയും 4,000 റുപ്യോളം നമുക്ക് ഈ മന്ത്ലി ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോ മാസം 50% വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യാനാണ്. ഇത് മെയ് മാസം മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 20,000 വെച്ചിട്ട്. 20,000 എക്സ്പെക്റ്റഡ് നമുക്ക് 30,000 ആയിരുന്നു. 41,000 ഇപ്പോൾ നമ്മൾ ഉള്ളത്. അല്ല, ഈ ജൂൺ മാസത്തെ എക്സ്പെക്റ്റഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45,000 ആണ് ഈ എൻഡ് ഓഫ് ജൂൺ. അപ്പോൾ അത് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇനിയൊരു 4,000 കൂടി ചെയ്യണം, പ്രോഫിറ്റ് വേണം. പിന്നെ ഇത് ചാർജസ് തമ്മിലുള്ള ഒരു P&L ആണ്. P&L-ഉം ചാർജസും തമ്മിലുള്ള വല്ലാതെ കൂടുതൽ ചാർജസ് ഒന്നുമില്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി ഹൈ ചാർജസ് കൂടുതൽ കുറച്ച് ഓവർ ട്രേഡ് ചെയ്യുന്നുണ്ട് ഈ കുറച്ച് ടൈമിലായിട്ട്. അപ്പോൾ ഒരു ദിവസത്തെ പ്രോഫിറ്റും ചാർജൊക്കെയാണ് അത്.
ഈ ആപ്പിനെ പറ്റിയിട്ട് ഞാൻ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ആദ്യം വയ്ക്കാതെ തന്നെ തരുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ ടാർഗറ്റ് 41,000 ഇനി നമ്മൾ ബിഫോർ എൻഡ് ഓഫ് ദിസ് മന്ത് 45,000 എത്തിക്കാം. അടുത്ത മന്ത് 67 ആണ് നമ്മൾ ടാർഗറ്റ്. നമുക്കിവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്യാം. ഓരോ മന്ത്ലി ടാർഗറ്റ് നമുക്ക് ഇവിടെ ഗോൾ സെറ്റ് ചെയ്യാം. 50%. ഓക്കെ, അത് നമുക്കിവിടെ ഡാഷ്ബോർഡിൽ കാണുകയും ചെയ്യാം. നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതുവരെയുള്ള സ്റ്റാറ്റസ്. എന്തായാലും നമ്മൾ ഒരിക്കലും പുറകോട്ടല്ല. കാരണം ഇതൊരു നമ്മുടെ ഈ ട്രേഡിങ്ങിൻ്റെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പാമ്പും കോണിയും കളി പോലെയാണ്. അതൊരു സൈഡിലെത്തിയിട്ട് നമ്മൾ ഒരിക്കലും ആ 99-ൽ ഒന്നിലേക്ക് വിഴുങ്ങുന്ന പാമ്പിൻ്റെ അടുത്തേക്ക് ചെല്ലാഞ്ഞാൽ മതി. നമ്മളുടെ ക്യാപിറ്റൽ ചെറിയ ലോസ്, ഈ ഒരു വലിയൊരു ലോസ് മാത്രമാണ് ഞാൻ എൻ്റെ ഒരു കൺട്രോളിലല്ലാതെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു 14,000 ലോസ്. അതായത് ഈ ദിവസം ഉണ്ടാക്കിയ 14,529 ഈ ലോസ്. ഇതൊരിക്കലും നമ്മളെ കൺട്രോൾ, കാരണം നമ്മളുടെ പ്രോഫിറ്റിനെക്കാട്ടിലൊക്കെ വലിയ ലോസാണ് അന്ന് ഉണ്ടാക്കിയ ലോസ്. ബാക്കിയുള്ള ദിവസമൊക്കെ ലോസ് ഒരുവിധം കൺട്രോൾഡ് ആയിരുന്നു. നമ്മളുടെ പ്രോഫിറ്റും കാര്യങ്ങളും അനുസരിച്ചിട്ട് തന്നെയായിരുന്നു ലോസ് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വേറെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. നമ്മളുടെ ലക്ഷ്യം ഇത് തന്നെയാണ്. ഓരോ മാസം മന്ത്ലി നമ്മൾ 50% ഗ്രോ ചെയ്തിട്ട് ഒരു 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ 1 crore എത്തിക്കുക എന്നുള്ളതാണ്. 1.5 വർഷം 2 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ 20,000 എന്നുള്ളത് 1 crore എത്തിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ കമൻസും ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.